ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 9-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനവും 7-ാം തിരുവചനവും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ നൽകുന്ന ഏറ്റവും വലിയ 2 മാതൃകയാണ്. 1 എളിമയുള്ളവരാകുക, 2 കരുണയുള്ളവരാകുക. ദൈവപുത്രനായിരിക്കെ തന്നെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് വേണ്ടി, നമ്മോടൊപ്പം ആയിരിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി അപ്പമായി സ്വയം മുറിഞ്ഞു. എത്ര വലിയ സ്നേഹമാണ്! നമുക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച ഏറ്റവും വലിയ സ്നേഹം. ആ ഒരു എളിമയുടെ തലത്തിലേക്ക് എത്ര ഉയരത്തിലിരുന്നാലും പരമാവധി താഴണം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞതുപോലെ, മറ്റുള്ളവർക്ക് ചവിട്ടിയരയ്ക്കാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ഈശോനാഥന്റെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചായിരിക്കാം വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയുള്ളവരാണ് ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുക. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന് ശേഷം, മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം നാം കണ്ടു ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നതും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും. അപ്പോൾ ഈ ഭൂമിയിൽ എളിമയിൽ ജീവിച്ചാൽ, അഹങ്കാരം വെടിഞ്ഞ് എളിമയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഈശോ പറയുകയാണ്, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ കരുണയുടെ മൂർത്തീഭാവമാകാൻ ഈശോ ആ മാതൃക കാണിച്ചു തന്ന് കൊണ്ട് നമ്മളോട് പറഞ്ഞു. വിശുദ്ധ ഫൗസ്റ്റീന വഴി പറഞ്ഞു, ഞാൻ സ്നേഹത്തിന്റെയും കരുണയുടെയും മൂർത്തീഭാവമാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സഹോദരങ്ങളോട് കരുണയുള്ളവരായി മാറുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നോമ്പ് കാലഘട്ടത്തിലെ ഈ 9-ാം ദിവസം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തെ എളിമയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കരുണയുള്ളവരായി മാറിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി പോയി ഈശോയെ പോലെ സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ ഒരു മൂർത്തീഭാവങ്ങളായി മാറുവാനായിട്ടുള്ള ഒരു പരിശ്രമം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.